ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചോദിച്ച കേട്ടില്ലടാ, ആരുടെ ബൈക്ക്? എന്റെയാ സാറേ. എന്റെ കൈക്ക് വയ്യാത്തോണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ബൈക്ക് എടുക്കാറില്ല. കള്ളം പറയരുത്, ഇത് നിന്റെ അളിയന്റെ അല്ലടാ. അല്ല സാറേ, ഇത് എന്റേതാ. ഇങ്ങത്താമേ, അല്ല, സമൃദ്ധ എവിടെ? കുറച്ച് ജോലി തിരക്കായോണ്ട് ഇന്ന് വന്നില്ല. ഞങ്ങളുടെ ഫുഡ് തന്നു വിട്ടു. അയ്യോ, താങ്ക് യു. ഗൗരി, എനിക്ക് സമൃദ്ധ ഒന്ന് നേരിട്ട് കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. ശരി മോളെ, അമ്മയോട് ആന്റിയുടെ താങ്ക്സ് പറഞ്ഞേക്കണേ. പറയാ ആന്റി. ചിപ്പി, പോയിട്ട് വരട്ടെ. ശരി എന്നാ. ശരി, വാ. ടാറ്റാ. ആഹാ, അമ്മ സുന്ദരിയായല്ലോ. എന്റെ മോളാ ഇപ്പൊ അമ്മയുടെ സൗന്ദര്യം. സത്യത്തിൽ ഇപ്പൊ എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങളാ അമ്മയ്ക്ക് വേണ്ടി മോളെ ചെയ്തു തന്നത്. ഞാൻ അമ്മയുടെ മോളല്ലേ. അമ്മയ്ക്ക് വയ്യാതെ വന്ന മക്കളല്ലേ അമ്മമാരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അത് മക്കളുടെ ഡ്യൂട്ടി അല്ലേ. അയ്യേ, അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഇത്രയ്ക്കും സ്ട്രോങ് ആയ അമ്മ കരയാൻ പാടുണ്ടോ? അമ്മ സ്ട്രോങ് ആണ്, പക്ഷേ എന്റെ മോളുടെ മുന്നിൽ മാത്രം അമ്മ കരഞ്ഞു പോകും. ഇത്രയും ദിവസം അവരൊക്കെ ഉണ്ടായിരുന്നപ്പോ നല്ല രസമായിരുന്നു. ഇപ്പൊ അവരെല്ലാം പോയപ്പോ അമ്മയ്ക്ക് ഒറ്റയ്ക്കായ പോലെ തോന്നുന്നുണ്ടോ? ആരെല്ലാം വന്നാലും പോയാലും എനിക്കെന്റെ മോളുണ്ടല്ലോ. ഇപ്പൊ ഈ മോളാ എന്റെ ശരിക്കും ഭാഗ്യം. അത് അമ്മയ്ക്ക് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. കളിയാക്കല്ലേ അമ്മേ. കളിയാക്കിയതല്ല, അമ്മ സത്യം പറഞ്ഞതാ. അമ്മയുടെ അസുഖം മാറിയല്ലോ. ഇനി സ്കൂളിലെ ഫംഗ്ഷൻ വന്നൂടെ? വരാം. എല്ലാ തവണയും പറഞ്ഞു പറ്റിക്കുന്ന പോലെ ഇത്തവണ പറ്റിക്കരുത്. ഇനി ഒരിക്കലും അമ്മ മോളെ പറഞ്ഞു പറ്റിക്കില്ല. സത്യം? സത്യം. ഈ ലോകത്ത് അമ്മ ഇനി മോളുടെ മുന്നിൽ മാത്രമേ തോൽക്കൂ. മറ്റാർക്കും അമ്മയെ തോൽപ്പിക്കാൻ പറ്റില്ല. സർ, എന്തായിടോ? സാറേ, CCTV വിഷ്വൽ മുഴുവൻ പരിശോധിച്ചു. സാറിന് അറിയാലോ, നാട് മുഴുവൻ നമ്മൾ CCTV വെച്ച് കള്ളന്മാരെ പിടിക്കും. പക്ഷെ നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഇപ്പോഴും പൊട്ടിയതും ചുളുങ്ങിയതും ഒക്കെ തന്നെയുള്ളൂ.
നമ്മുടെ CCTV നിന്നും ഒന്നും കിട്ടിയില്ല സാറേ. ആ പുറത്തുള്ള CCTV നോക്കിയില്ലേ? സാറേ, അതിനകത്തൊരുത്തം ബൈക്കിൽ പോകുന്ന വിഷ്വലുണ്ട്. പക്ഷെ അവൻ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയായിരിക്കും സാറിനെ പഞ്ഞി കിട്ടത്. സോറി സാർ, ഞാൻ അതുദ്ദേശിച്ചല്ല. എന്നിട്ട് ആ ബൈക്കിന്റെ നമ്പർ ട്രേസ് ചെയ്തില്ലേ? അത് ഫേക്കാണ് സാർ. അതൊരു JCBയുടെ നമ്പരാ. സാർ, ചിലപ്പോൾ സാറ് പണി കൊടുത്ത പ്രതികൾ ആരെങ്കിലും ആയിരിക്കും. ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനെ ക്വാർട്ടേഴ്സിൽ കയറി കൈകാര്യം ചെയ്യാൻ അവന്മാർക്ക് ധൈര്യം വരൂടോ? ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല സാറേ. ഇപ്പോഴത്തെ ചില അലിമ്പ് പിള്ളേർക്ക് വല്ലാത്ത ധൈര്യമാ. എന്തും ചെയ്യും. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? എന്താ സർ? എനിക്കൊരു തന്നെ സംശയമുണ്ട്. പക്ഷെ അവൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് എനിക്കൊന്ന് ഉറപ്പുവരുത്തണം. ആരാ മോനെ? പോലീസ്. നമുക്ക് എന്താണെന്ന് ചോദിക്കാം. വാ. എന്താ സാറേ? നിങ്ങളുടെ മരുമോൻ സച്ചി ഇവിടെ ഇല്ലേ? അവനെ വിളിക്ക്. അതിന് സച്ചിയേട്ടൻ ഇവിടെ അല്ലല്ലോ താമസം. നീ ആരാ? ഞാൻ സച്ചിയേട്ടന്റെ അളിയനാ. ഓ, അവൻ പിന്നെ എവിടെയാ താമസം? സാറേ, സച്ചി താമസിക്കുന്നത് വേറൊരു വീട്ടിലാ. ഈ ബൈക്ക് ആരുടെ? ചോദിച്ച കേട്ടില്ലടാ, ആരുടെ ബൈക്ക്? എൻ്റെ സാറേ. എൻ്റെ കൈക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ ബൈക്ക് എടുക്കാറില്ല. കള്ളം പറയരുത്. ഇത് നിന്റെ അളിയന്റെ അല്ലടാ. അല്ല സാറേ, ഇത് എൻ്റേതാ. ഇതുപോലൊരു ബൈക്ക് തന്നെയാണല്ലോ. പക്ഷേ ഈ നമ്പർ... സാറ് രാവിലെ ബൈക്ക് നോക്കാൻ ഇറങ്ങിയതാണോ? അതേടാ, ഇതുപോലൊരു ബൈക്ക് നോക്കി ഇറങ്ങിയതാ.